Hello and welcome to the video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് ഇൻ റിസർച്ച്. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ റിസർച്ച് എന്താണെന്ന് പഠിച്ചു അല്ലേ? അങ്ങനെ റിസർച്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് നടത്താൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ് ഓഫ് ഡേറ്റ കളക്ഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു കാര്യം കൂടെ, ഇന്ന് മുതൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ കൂടെ ഇടയിലോ അല്ലെങ്കിൽ എൻഡിലായിട്ടോ ഞാനൊരു വേർഡ് നിങ്ങൾക്ക് തരും, ഒരു ഇംഗ്ലീഷ് വേർഡ്. അതിൻ്റെ മീനിങ് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റിൽ പറയുക. ആൻഡ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും ഇൻക്രീസ് ആവാനും ഇത് സഹായിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം സാമ്പിളിംഗ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നൊരു ടേമാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ ഇസ് എ മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻഡ് സെലക്റ്റഡ് ഫ്രോം എ ലാർജർ ഗ്രൂപ്പ് ഓർ ആഗ്രിഗേറ്റ്. ഇപ്പം നമുക്കൊരു റിസർച്ച് നടത്തണം എന്ന് വിചാരിക്കാം. ആ റിസർച്ച് നമ്മൾ നടത്തുന്നത് സപ്പോസ് ഒരു ക്ലാസ്സിലെ കുട്ടികളിലാണ് നമുക്ക് ആ റിസർച്ച് നടത്തേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ കുട്ടികളെയും വിളിച്ച് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മുകളിൽ സ്റ്റഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ ചൂസ് ചെയ്തിട്ട് അവരിലായിരിക്കും നമ്മൾ ആ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലാർജർ ഗ്രൂപ്പായ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം ചൂസ് ചെയ്തു. ആ മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആ കുറച്ച് കുട്ടികളെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്? സാമ്പിൾ ആണെന്ന് പറയുന്നത്. സോ സാമ്പിൾ ഈസ് എ മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ? ഓവറോൾ ക്ലാസ്സിൻ്റെ ഒരു മിനി റെപ്രസെൻറ്റേഷനാണ് ഈ കുറച്ച് കുട്ടികൾ എന്ന് പറയുന്നത്. സോ അതാണ് സാമ്പിൾ എന്ന വേർഡ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് കുറച്ച് കുട്ടികളെ ചൂസ് ചെയ്തപ്പോൾ ആ കുറച്ച് കുട്ടികളെ നമ്മൾ എന്ത് വിളിച്ചു? സാമ്പിൾ എന്ന് വിളിച്ചു. അപ്പോൾ ആ ഓവറോൾ ക്ലാസ്സിന് നമ്മൾ എന്ത് വിളിക്കും? അതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് ടെക്നീക്സിലെ സാമ്പിളിംഗ് എന്ന ഈ കോൺസെപ്റ്റിൽ നമ്മൾ സാമ്പിൾ എന്താണെന്ന് മനസ്സിലായി, പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലായി. പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലാർജർ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് സെക്ഷനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വേർഡ് നമ്മൾ ഓർത്തിരിക്കുക, സാമ്പിൾ ആൻഡ് യൂണിവേഴ്സ്. ഫോർ ദ സർവേ ഓർ ദ സ്റ്റഡി എ റിസർച്ചർ വിൽ ഹാവ് ടു സെലക്ട് എ റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ആ റിസർച്ചറിന് ഒരു ലാർജർ ഗ്രൂപ്പിൽ നിന്ന് ഒരു കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് കുറച്ച് പേരെ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഒരു സാമ്പിളിനെ ഒരു പോപ്പുലേഷനിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ഐ ഗെസ്. സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു, പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇമേജ് കാണിച്ചിരിക്കുന്നത് സപ്പോസ് നമ്മുടെ പോപ്പുലേഷനാണെന്ന് വിചാരിക്കുക. അതായത് ഈ എക്സാമ്പിളിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പോപ്പുലേഷൻ. അതിൽ നിന്ന് നമുക്ക് വേണ്ട കുറച്ച് കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് കുറച്ച് കുട്ടികളെ ചൂസ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചിലപ്പം ഒട്ടും റെസ്പോൺസീവ് അല്ലാത്ത കുട്ടികൾ കാണും, ഒട്ടും സഹകരിക്കാത്ത കുട്ടികളാകും. അവരൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ റിസർച്ചിന് വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ സാമ്പിൾ ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിളിംഗ്. അപ്പം നമ്മൾ പോപ്പുലേഷനും സാമ്പിളും സാമ്പിളിംഗ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ, അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത്. പക്ഷേ റിയൽ ലൈഫ് റിസർച്ചിലൊക്കെ പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സാമ്പിൾസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. എപ്പോഴും ഒരു ക്ലാസ്സിലെ കുട്ടികളെ ആയിരിക്കില്ല നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലേ? പല സിനേറിയോസും നമുക്കവിടെ നേരിടേണ്ടി വരാം. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് സിനേറിയോസിൽ വരുന്ന പോപ്പുലേഷൻ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സിസ്റ്റൻസ് പോപ്പുലേഷൻ, രണ്ടാമത്തേത് ഹൈപ്പോതെറ്റിക്കൽ പോപ്പുലേഷൻ. എക്സിസ്റ്റൻസ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദി നേച്ചർ, ലൈക്ക് ഇൻ എ കൗണ്ടബിൾ ഫോം. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അല്ലെങ്കിൽ ഒരു വില്ലേജിൽ 90 ഇയേഴ്സിൽ കൂടുതൽ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരാൾ ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് കേസസ് എത്ര പേർക്കുണ്ട് ഒരു റീജിയനിൽ, അല്ലെങ്കിൽ ഒരാളുടെ ബോഡിയിൽ എത്ര നമ്പർ ഓഫ് ജേംസ് ഉണ്ട്. ഇതെല്ലാം എക്സിസ്റ്റൻസ് പോപ്പുലേഷനാണ്. അതായത് എക്സിസ്റ്റിംഗ് ആണ്,
വ്യൂവബിൾ കൗണ്ടബിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസസിലാണ് നമ്മൾ എക്സിസ്റ്റൻസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, ഫൈനൈറ്റും ഇൻഫിനിറ്റും. ഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ഒരു സ്കൂളിലെ കുട്ടികൾ, അതൊക്കെ ഫൈനൈറ്റ് പോപ്പുലേഷനാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ജേംസിൻ്റെ എണ്ണം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ അല്ലേ. അത് എക്സിസ്റ്റൻസ് ആണ്, പക്ഷേ ഇൻഫിനിറ്റ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോതെറ്റിക്കൽ പോപ്പുലേഷനാണ്. വിച്ച് മീൻസ് ആ പോപ്പുലേഷനിലെ കണ്ടൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റൻസ് പോപ്പുലേഷൻ ആണോ? അല്ല, നമ്മൾ ഹൈപ്പോതെറ്റിക്കലി അസ്യൂം ചെയ്യുകയാണ് അവിടുത്തെ പോപ്പുലേഷൻ അല്ലേ. അല്ലെങ്കിൽ ഒരു ഡൈസ് എറിയുന്നു, ഡൈസ് എറിയുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുകയാണ്. സോ ദർ ആർ പ്രോബബിലിറ്റി, പല ഔട്ട്പുട്ട്സ് വരാം. സോ അതൊരു പോപ്പുലേഷനാണ്, പക്ഷെ അതിൻ്റെ ആ പോപ്പുലേഷനിലെ ആൾക്കാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് predictable. So such kind of population is called hypothetical population. അപ്പോൾ എക്സിസ്റ്റൻസ് പോപ്പുലേഷനും ഉണ്ട്, ഹൈപ്പോതെറ്റിക്കൽ പോപ്പുലേഷനും ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് വേണ്ട സാമ്പിൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to choose a sample. A sample must be a closest and ideal representation of the population അല്ലേ. ഇപ്പം നമുക്കൊരു ക്ലാസ്സിലെ കുട്ടികളെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതെല്ലാം സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ആ ഓവറോൾ ക്ലാസ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന സാമ്പിൾ അല്ലേ. ഇപ്പോൾ നമ്മൾ അതിനകത്തിലെ കുട്ടികളെ ചൂസ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കുള്ള സിമിലർ ഫീച്ചേഴ്സൊക്കെ ഇവർക്കും ഉണ്ടാവും. അതായത് അവരെടുത്തിരിക്കുന്ന കോമൺ സബ്ജക്ട്സും അവരുടെ അറിവും കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സും എല്ലാം കോമൺ ആയിരിക്കും. അപ്പോൾ ഓവറോൾ ദേ ഗീവ് എ കോമൺ റെപ്രസെൻറ്റേഷൻ. സോ ഒരു സാമ്പിളിന് അത് വളരെ അത്യാവശ്യമാണ്. Next is, if selected sample doesn't reflect the nature of entire population, then add more samples to the set. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ, അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്ന് എടുത്തു, പക്ഷെ അതിലെ അവർ ആ ഒരു എൻറ്റയർ ക്ലാസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കുട്ടികളെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യും, നമ്മുടെ റിസർച്ച് സാമ്പിളിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഈ സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനോട് ചേർന്ന് നിൽക്കുന്ന പോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യാൻ. അതാണ് അതിൻ്റെ ബേസിക് ഇൻറ്റൻഷൻ. സോ ദാറ്റ്സ് ഹൗ വി ചൂസ് എ സാമ്പിൾ. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് സാമ്പിളിംഗ്. ഇറ്റ് ഇൻക്രീസസ് ദ വാലിഡിറ്റി ഓഫ് ദ റിസർച്ച്. ആ റിസർച്ചിൻ്റെ ഓവറോൾ വാലിഡിറ്റിയെ കൂട്ടുന്നു അല്ലേ. നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതും നമുക്ക് റിസർച്ച് അല്ലെങ്കിൽ സാമ്പിൾ വഴി കിട്ടുന്ന ഇൻഫർമേഷനും ഡിഫറെൻ്റ് ആണ്. സോ അത് വാലിഡിറ്റി കൂട്ടുന്നു. പിന്നെ സ്പീഡ്, നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതും പല ആൾക്കാരിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഡിഫറെൻ്റ് ആണ്. സോ അത് നമ്മുടെ റിസർച്ചിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ വാലിഡിറ്റിയും കൂടുന്നു, സ്പീഡും നമുക്ക് വേഗം റിസർച്ച് നടത്താൻ പറ്റുന്നു. മൂന്നാമത്തേത് റെപ്രസെൻറ്റേഷൻ ഓഫ് ലാർജർ പോപ്പുലേഷൻ അല്ലേ. നമ്മൾ കുറച്ച് സാമ്പിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് പറയുമ്പോൾ എന്ത് പറയാം? ജനറലൈസ് ചെയ്തിട്ട് പറയാം. കാരണം എന്താ, നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് ഓവറോൾ പോപ്പുലേഷൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ നമുക്ക് സാമ്പിളിൽ അത് ബാധകമാണെങ്കിൽ ഓവറോൾ പോപ്പുലേഷനും ബാധകമാണെന്ന് പറയാം. നാലാമത്തേത് ജനറലൈസേഷൻ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, നമുക്ക് ഈ ഒരു സാമ്പിളിൽ കിട്ടുന്ന സ്റ്റഡി റിസൾട്ട് വെച്ചിട്ട് നമുക്കൊരു ജനറലൈസ്ഡ് തിയറി നമുക്ക് പറയാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അത് നമ്മൾ ഫർദർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വേർഡ് ഹിക്കപ്സ് ആണ്. ഇതിൻ്റെ മീനിങ് അറിയുന്നവർ കമൻറ്റ് സെക്ഷനിൽ പറയുക. അത് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക. സോ താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതൊരു മോട്ടിവേഷൻ ആയിരിക്കും എനിക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാൻ. സോ താങ്ക് യു വെരി മച്ച്.